തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, പലതരത്തിലുള്ള ഭയാനകമായ രോഗങ്ങളുടെ ഒരവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ കോവിഡ് പോലെയുള്ള ചില രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തിയ വളരെ വലിയൊരു മാറ്റമുണ്ട്. ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്? കുട്ടികൾ എങ്ങനെയാണ് ഈ രോഗാവസ്ഥകളെ കാണുന്നത്? ഇതിനെക്കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒത്തിരിയേറെ കേസസാണ് കടന്നു വരുന്നത്. കാരണം നമ്മുടെ അടുക്കെ വന്നിരിക്കുന്ന കുട്ടികൾ ഈ അടുത്തിടയ്ക്ക് തന്നെ ഒരു കുട്ടി വന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സെക്കൻഡ് ഫ്ലോറിലാണ്, ഹോസ്പിറ്റലിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഈ കുട്ടി സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി വരുന്നു. ഇത് സെക്കൻഡ് ഫ്ലോർ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി അവിടെ നിൽക്കുന്നില്ല, കരച്ചിലായി റാമ്പിലൂടെ നേരെ താഴേക്ക് ഓടിയിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് കൊച്ചിൻ ഇപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ സിസ്റ്റേ ഈ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറുകളിലേക്ക് കയറാനായിട്ട് നമ്മുടെ കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ താഴേക്ക് ചെന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഒരു കൺസൾട്ടേഷൻ റൂമിലേക്ക് കയറി ചോദിച്ചു വന്നപ്പോഴത്തേക്ക് മനസ്സിലായ കാര്യം, സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഫ്ലോർ എങ്ങാനും ഇടിഞ്ഞു വീണ് താഴെ വീണു പോകും. അതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായത് കുട്ടി കണ്ട ഒരു വാർത്തയുടെ ബേസിസിലാണത്. ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു വശം തകർന്ന് വീഴുന്നു, മരിക്കുന്നു ആൾക്കാർ. അപ്പോൾ കുഞ്ഞു പേടിച്ചു പോയി. ഇതുപോലെ തന്നെ വേറൊരു കുട്ടി ഉറക്കമില്ല, ഒരാഴ്ചയായിട്ട് ഉറങ്ങുന്നില്ല കുട്ടി, എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവാണ്, കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് കുട്ടിയുടെ മുത്തശ്ശന് ഒരു ഓപ്പറേഷൻ സർജറി പറഞ്ഞിരിക്കുവാണ്. കുട്ടിയുടെ പേടി, സർജറി കഴിഞ്ഞിട്ട് ഈ കത്രിക വയറ്റിൽ നിന്ന് എടുക്കാനായിട്ട് ആരെങ്കിലും മറന്നുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊരു പേടിയാണ്. അതോടൊപ്പം തന്നെ വേറൊരു കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടി പുറത്തേക്ക് ഇറങ്ങത്തില്ല. കുട്ടിയുടെ വിചാരം മൊത്തം ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ രോഗങ്ങൾ. അപ്പോൾ കുട്ടി പുതിയ രോഗത്തെക്കുറിച്ച് കേൾക്കുന്നു, അതിന് മരുന്നില്ല എന്ന് കേൾക്കുന്നു, മരിച്ചു പോകുമെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രോഗം പിടിപെടും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഇതിനെ ഒരു ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, എങ്കിൽ പോലും നമ്മുടെ ഈ സമൂഹത്ത് നടക്കുന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചുള്ളത് അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളിൽ അവരെ കുറച്ച് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, അതായത് കുട്ടികൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും, അല്ലേ? അപ്പോൾ കുട്ടികളെ കാണിക്കേണ്ട വാർത്തകളുണ്ടോ, അല്ലെങ്കിൽ അവരിതൊന്നും അറിയേണ്ടതല്ലേ? എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഒരിക്കലും ഒരു വാർത്താ മാധ്യമം പുറപ്പെടുവിക്കുന്ന ന്യൂസസ് നമുക്ക് ചില കുട്ടികളോട് നിനക്ക് കാണാൻ പാടില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അവിടെ മാതാപിതാക്കളാണ് ഉത്തരവാദിത്തപ്പെട്ടവർ, അല്ലെങ്കിൽ ആരാണോ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പം കുട്ടികൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ന്യൂസുകൾ കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ അവർ ഓർക്കുന്നുണ്ട്. അവർക്കിത് സംഭവിക്കുമോ? ചില കുട്ടികൾക്ക് മറ്റുള്ളവർക്കത് സംഭവിക്കുമോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു 12 വയസ്സുള്ളൊരു കുട്ടിയെ കൊണ്ടുവന്നൊരു കാര്യം. കുട്ടിക്ക് വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങാൻ പാടില്ല, അവനും സ്കൂളിൽ പോകാൻ പറ്റില്ല. കാര്യം ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത്, റോഡിലേക്ക് ഇറങ്ങിയ റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നു, ഓരോരുത്തർക്ക് വാഹനാപകടത്തിലും മരിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് അങ്ങനത്തെ നോളജ് ന്യൂസിൽ നിന്ന് കിട്ടുന്നു. പക്ഷേ അതിനെ കുറച്ച് ഒന്ന് ലോജിക്കലാക്കാനായിട്ട് കൂടെയുള്ളവർ പരിശ്രമിക്കണം. കാരണം ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇവർക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളൊരു കാര്യം കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും, ഇത് ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇത് ബോധ്യപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് വേണ്ടത്. മനസ്സിലാക്കിക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം എക്സ്പോഷർ കൊടുക്കണം. ഇപ്പോൾ ഒരു സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ പറ്റാത്ത കുട്ടിയെ വീട്ടിലും വേണ്ട, നീ താഴെ മാത്രം നടന്നാൽ മതി, മേളിലേക്ക് കൊച്ചിനെ ആരും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ പേടി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേടിയെ നമ്മൾ ഒന്ന് കോപ്പപ്പ് ചെയ്തുകൊണ്ട് അത് എക്സ്പോഷർ കൊടുക്കണം. നമ്മൾ പറയുന്ന അവരെ പിൻചെന്നുകൊണ്ട് അവരുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നുകൊണ്ട് അവർക്കൊരു എക്സ്പോഷർ കൊടുക്കുകയാണെങ്കിൽ ഇതിനെല്ലാം
കുറേയൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇതിപ്പോ ഈ രോഗഭീതി അതുപോലെ തന്നെ മരണഭയം ഇതൊക്കെ കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതും നമ്മുടെ വിശ്വാസവും അല്ലെങ്കിൽ മതാചാരങ്ങൾ ഇതൊക്കെ ആയിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം? അയ്യ. നമുക്കറിയാം, ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ ഓർക്കുക, ഞങ്ങളുടെയൊക്കെ കുഞ്ഞു നാളിലെ ആ പ്രായത്തിലൊക്കെ ഈ മരണ വീട്ടിൽ ഇടുന്ന ക്രിസ്ത്യൻ പാട്ടുകൾ, അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ളവർ ഒരു മരണ വീട്ടിൽ അവർ ആ പ്രാർത്ഥനയോടൊപ്പം വയ്ക്കുന്ന ചാൻറ്റിങ് ആയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു പേടിയായിരുന്നു ഉണ്ടാകുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെ നമ്മുടെ കൂടെ മാതാപിതാക്കൾ വരുന്നു, കൊണ്ടുപോകുന്നു, പിന്നീട് നമുക്കിത് ബോധ്യപ്പെടുത്തി തരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കുട്ടികളെക്കാൾ മരണഭയം കുറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇവർ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഇവർ ഇൻറ്ററാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഈ AI പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഒരു കാര്യത്തിന് പൂർണ്ണമായും അത് നശിച്ചു പോയെന്ന് പറയാൻ പറ്റുന്നില്ല. അതെ അതെ. അപ്പം അവർ കാണുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് അവർ കാണുന്നത്. എങ്കിലും ഉണ്ട്, മരണഭയമുണ്ട്. നമുക്ക് കുറേ കുട്ടികളെയൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില മതാചാരങ്ങളിൽ പ്രാർത്ഥനകളിൽ അപ്പോൾ അവരിനി പോയി ഇനി ഒരിക്കലും ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരിക്കലും ഒരു മതാചാരവും മതവിശ്വാസവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ കുട്ടികൾക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അമിതമായ എക്സാജറേഷൻസ്. ഇപ്പോൾ ഒരു രോഗമായാലും ശരി, അല്ലെങ്കിൽ ചികിത്സാ പിഴവുകളായാലും ശരി, അല്ലെങ്കിൽ മരണമായാലും ശരി, ആ കുഞ്ഞിനോട് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ജനറലി പറയുമ്പോൾ നമുക്കൊരിക്കലും കുട്ടികളുടെ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് കൂടെ ഉള്ളവർക്ക് അത് അവരോടൊപ്പം നടന്ന് നീങ്ങേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത. പോലെ ഈ ഉറ്റവരുടെ നഷ്ടങ്ങൾ, നമ്മുടെ കൂടെയുള്ളവരുടെ നഷ്ടങ്ങൾ മുതിർന്നവർക്കും നമുക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ കുട്ടികൾക്കും ഇത് നഷ്ടപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ എന്നായാലും നമ്മുടെ കൂടെയുള്ള ഇതെങ്ങനെ കുട്ടികളുടെ ഭാഷയിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായിട്ടും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്നു, അതായത് മുതിർന്നവര് മനസ്സിലാക്കുന്ന പോലെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ചിലപ്പോഴൊക്കെ ഞാൻ കേസുകളിൽ കണ്ടിട്ടുണ്ട്, കുട്ടികൾ പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടിയുടെ മുത്തശ്ശി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യം, കുഞ്ഞ് പറയുന്ന കാര്യം, മുത്തശ്ശി ഞങ്ങളോട് തെറ്റ് ചെയ്തു, മുത്തശ്ശി ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ അവർക്ക് അവരോടുണ്ടാകുന്ന ഒരു വൈരാഗ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ആ വൈരാഗ്യ മനസ്ഥിതി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രായമായവരോട് എല്ലാവരോടും കാണുന്നത് ഈ ഒരു ഹോസ്റ്റിലിറ്റി ആയിരിക്കും. ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെ ഇട്ടിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മരണം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ ചില മതവിശ്വാസങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് നമ്മൾ പറയും ചിലത് മാലാഖമാരായിട്ട് അവർ പോവുകയാണ്. അവർക്ക് ഇനി ഈ ലോകത്ത് ജീവിക്കുമ്പം അവർക്ക് നടക്കണമെങ്കിൽ വടി വേണം, വേറൊരാൾക്ക് അവരെ പിടിച്ചുകൊണ്ട് നടക്കണം, അവർക്ക് ഭക്ഷണം തന്നെ പാകം ചെയ്യാനായിട്ട് അറിയത്തില്ല, അപ്പോൾ വേറെ ആരെങ്കിലും പാചകം ചെയ്ത് കൊടുക്കണം, തന്നെ കുളിക്കാൻ പറ്റുന്നില്ല, ഇതുപോലത്തെ ഒരു രോഗം വന്നിരിക്കുവാണ്, അവർക്ക് ഒത്തിരി വേദനയുണ്ട്. അപ്പോൾ വേദനകളൊന്നും ഇല്ലാത്ത വേറൊരു ലോകത്തിലേക്ക് പോവുകയാണ്. അവിടെ ഈശ്വരനുണ്ട്, ദൈവമുണ്ട്, അവിടെ മാലാഖമാർ കൂടെ ഉണ്ടാകും, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഇതെല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. സോ അവിടെ ഒരു ഹോപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ചില കുട്ടികൾ നമുക്കറിയാം, ചില കലാമിറ്റീസൊക്കെ, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉറ്റവരുടെയൊക്കെ മരണം കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ ഈ കിട്ടുന്ന കുട്ടികളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ട്രമാറ്റിക് ആയിട്ടുള്ളൊരു ഇതിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ റിയാലിറ്റി അവർ അത് എക്സ്പീരിയൻസ് ചെയ്തു, പക്ഷേ റിയാലിറ്റിയിലെ ലോജിക്ക് അവർക്ക് മനസ്സിലാകാതെ വരുന്നു. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി, അതായത് ഒരു പ്ലേ തെറാപ്പി മോഡാണത്. നമുക്ക് അതിലൂടെയാണ് കൂടുതലും അവരെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന്
സിസ്റ്റർ കൊണ്ടുവരാൻ സാധിക്കും. പറഞ്ഞപ്പോഴാണ് നമ്മുടെ വയനാട്ടിലുള്ള പ്രളയത്തിലൊക്കെ ഒരുപാട് കുട്ടികൾ നേരിട്ട് അനുഭവിച്ച ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. പ്രളയമായാലും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കുട്ടികളെ എങ്ങനെ ഇങ്ങനെയുള്ള ഇതാണ് ജീവിതമെന്നും ഈ ഒരു സമൂഹത്തിലാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുമുള്ളത് കുട്ടികളെ എങ്ങനെ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ സാധിക്കും? ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു വഴിക്കാണ് അത് പറഞ്ഞു തരാനായിട്ട് തോന്നുന്നത്. അതായത് ഈ കുട്ടികളിൽ തന്നെ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു, പക്ഷേ അത് മാനസികമായ സമ്മർദ്ദത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ശാരീരികം അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ട് നമ്മുടെ ഒരു അനാട്ടമിക്കൽ ഫിസിയോളജിക്കലായിട്ട് അതിന് റിലേഷൻ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ ഇതുപോലെയുള്ള ഇപ്പോൾ ഡെത്ത് ആൻസൈറ്റി ആകാം, അല്ലെങ്കിൽ കലാമിറ്റീസ് കണ്ടുകൊണ്ടുള്ള ഒരു ട്രോമാറ്റിക് ഈവൻസ് അവർ കടന്നു പോയത് കൊണ്ടാകാം, അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് ഉണ്ടാകുന്നത് കഠിനമായിട്ടുള്ള വയറുവേദന. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇതെന്താ പറ്റിയത് പേടിച്ചു പോകും. ഓക്കെ, പക്ഷേ പിന്നീട് അറിവാണ് പീഡിയാട്രിക് കൺസൾട്ടേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സൈക്കോസൊമാറ്റിക്കിലേക്ക് വന്നിരിക്കുവാണ്. പക്ഷേ മുതിർന്നവരുടെ സൈക്കോസൊമാറ്റിക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ അത്ര ഈസി അല്ല കുട്ടികളുടെ വരാനായിട്ട്. അപ്പോൾ മുതിർന്നവരുടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടിയൊക്കെ അവർക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വാലിഡേഷനാണ്. കാരണം അവർക്ക് കുറച്ച് അറ്റൻഷൻ ആവശ്യമാണ് ആ സമയത്ത്. അപ്പോൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഒരു വശം ആയിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയും കുട്ടികൾ ഇതുപോലെ വളരെ ഭയാനകമായിട്ടിരിക്കുന്നു, അവർക്ക് തന്നെ അവരുടെ രോഗാവസ്ഥകളെ കുറിച്ച് അവർ തന്നെ പറയുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾ. അതാണ്. അപ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ട്, പക്ഷേ ആ ഒരു ടെൻഷൻ അവർ അതുപോലെയല്ല കാണിക്കുന്നത്, അവരുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ലക്ഷണങ്ങളായിട്ടും രോഗങ്ങളുമായിട്ടൊക്കെ നമ്മൾ കാണിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യുക. ഓക്കെ, എവിടെയാണ് വേദന, അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്യുവാണത്. ഓക്കെ, അപ്പോൾ ആ ഇൻ്ററാക്ഷൻ തന്നെ അവർക്ക് ഒത്തിരിയേറെ സമാധാനം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിലതൊക്കെ ഞാൻ പറയും അങ്ങനെ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ചുമ്മാതെ ആയിരിക്കും, അവൾ അറ്റൻഷന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതും ശരിയല്ല. കാരണം ചില കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ അടുത്തിടയ്ക്ക് കണ്ടൊരു കുട്ടി ഇടയ്ക്ക് ചുമ്മാതെ അങ്ങ് ഇരുന്ന് കരയും. കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഈ കാലും കൈയൊക്കെ സ്റ്റിഫായിട്ട് പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇവരാദ്യമേ ഓർത്തത് എടുക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞിനെ എടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിങ്ങനെ സ്റ്റിഫായിട്ട് വന്ന് നിൽക്കുന്നതെന്ന് ഓർത്തെ. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞാൽ അത് വക വയ്ക്കേണ്ട, അത് സാരമില്ല, അവൾ നടക്കട്ടെ. അപ്പോൾ വലിച്ചു കുഞ്ഞിനെ നടത്തിക്കും. അപ്പം ഈ നടത്തിക്കുമ്പോഴും അവർക്ക് തോന്നുന്നുണ്ട് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവരോർക്കുന്നത് എന്താ, ഈ കുഞ്ഞ് വാശി പിടിച്ചിട്ടാണെന്ന്. അപ്പോൾ ഒരിക്കൽ ഫോണിങ്ങിലൂടെയാണ് എന്നോട് പറയുന്നു, സിസ്റ്റർ ഇതുപോലെ വാശിയാ, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടിക്ക് എപ്പോഴെങ്കിലും സീഷർ അറ്റാക്കുകൾ, അതായത് ഫിക്സ് വന്നിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഇത് ഇവളുടെ വാശിയാന്നേ. അത് അപ്പോൾ കുട്ടിയുടെ ഫാദർ അടുത്തില്ല, അപ്പോൾ കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണ് വളർത്തുന്നത്. അപ്പോൾ പറഞ്ഞാൽ അവരുടെ വീട്ടിൽ അങ്ങനെ വളർത്തുന്നതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും, അവളെ കൊഞ്ചിച്ച് ലാളിച്ചായിരിക്കും എന്ന് പറയും. അപ്പം ഞാൻ ഒരു പണി ചെയ്യ്, ഇനിയും അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്ക്, അല്ലെങ്കിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ അവർ പിന്നീടുള്ള ഒരു പ്രാവശ്യം ഇതേപോലെ വന്നപ്പോൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത് സാധാരണയായിട്ടൊരു കൊച്ചിലുണ്ടാകുന്ന ഒരു റിജിഡിറ്റി അല്ല ഇത്. അങ്ങനെ പറഞ്ഞൊരു പീഡിയാട്രിക് കൺസൾട്ടേഷനും അയക്കുന്നു, പീഡിയാട്രീഷ്യൻ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ അയക്കുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക ഇതൊരു സീഷറിക് അറ്റാക്കായിരുന്നു. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കുട്ടികളുടെ അത് അവൾ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ മാറ്റി വെക്കരുത്. അപ്പം ഞാൻ സാധാരണയായിട്ട് കുട്ടികളുടെ ഈ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഉടനെ ഡയഗ്നോസിസ് ചെയ്യാറില്ല. നമ്മൾ പറയുന്നത് ഒരു റൂൾ ഔട്ട് വേണം. അതായത് ഒരു ഫിസിഷ്യൻ ഒരു പീഡിയാട്രിക് കണ്ടീഷൻ കാണിച്ചുകൊണ്ട് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ നമ്മുടെ കുഞ്ഞ് ഇതുപോലെ ചെയ്യുന്നത്, മേ ബി ചിലപ്പോൾ അവർക്ക് അമിതമായ വേദനയായിരിക്കാം, ഉറക്കമില്ലായ്മയായിരിക്കാം, അമിതമായിട്ടുള്ളൊരു കരച്ചിലായിരിക്കാം, ചിലപ്പോൾ ഫെയിൻറ്റിങ് എന്ന് വെച്ചാൽ തലകറങ്ങി വീഴുന്നു. ചില കുട്ടികൾ ഇരിക്കുന്നിടത്ത് നിന്ന് പെട്ടെന്ന് ഗോഷ്ടി കാണിക്കുന്നത് പോലെ വരുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അനുമാനത്തിലേക്ക് എത്തരുത്. അവിടെ നമ്മളൊരു ഫിസിയോളജിക്കലായിട്ടുള്ളൊരു റൂൾ ഔട്ടിന് കൊടുക്കുക,
അവിടെ പറയുവാണ് മറ്റു ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് പ്രോബ്ലമാറ്റിക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രൊഫഷണൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്ക് ആങ്സൈറ്റി റിലേറ്റഡ് ആണ് അത്. പിന്നെയുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു 13 വയസ്സുള്ളൊരു പെൺകുട്ടി, അവളിങ്ങനെ ഇടയ്ക്ക് തലകറങ്ങി വീഴും. അപ്പോൾ നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നു ENT കാണിച്ചപ്പെടുന്നു, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരാണ് പറഞ്ഞു വിട്ടത് ഓക്കെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കുമാണ് അവർ പറയുന്നത്, മോള് പറയുവാണ് അമ്മയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്, അമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഴാറുണ്ട്. അപ്പോൾ ഞാൻ ബയോളജി ക്ലാസ്സിൽ കേട്ടു അമ്മയുടെ ജനറ്റിക്കലി ഒരു നേച്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും, അമ്മയുടെ ജീനും എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോഴേ എനിക്കതൊക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വീഴും. കാരണം വീഴാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ ഇതങ്ങ് കൂടിപ്പോയാലോ, ഇപ്പോഴേ ആകുമ്പോൾ ചികിത്സിച്ചാൽ കുറച്ചുകൂടി ഭേദമാകില്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, നമ്മൾ അഡൾട്ട് ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ അഡൾട്ടിനെ പോലെ ചിന്തിക്കുന്നു. പക്ഷെ കുട്ടികളുടെ ചിന്തയിലെ ആ ഒരു നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഇല്ലോജിക്കലായിട്ടുള്ള അല്ലെ ചൈൽഡിഷ് ആയിട്ടുള്ള കുറേ ചിന്താ രീതികളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അതുപോലെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളും കുട്ടികളിൽ എങ്ങനെയുള്ള ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ഉണ്ടാക്കാൻ കാരണമാവുന്നില്ലേ? ചില കുട്ടികളെയൊക്കെ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരിക്കണ കാര്യം അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ടായിരിക്കും. അപ്പോൾ അവരാദ്യമേ തന്നെ പീഡിയാട്രീഷ്യനെ കാണിച്ചു, പീഡിയാട്രീഷ്യൻ പറഞ്ഞു അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ കുട്ടിക്ക് പല അലർജി ടെസ്റ്റുകളും ഒക്കെ ചെയ്തു, പക്ഷേ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി സ്റ്റിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സംസാരിച്ചു വന്നപ്പോഴത്തേക്കും അപ്പനും അമ്മയും തമ്മിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പാരൻസിൻ്റെ പ്രശ്നം കുഞ്ഞിലെ തന്നെ കുട്ടി കണ്ട് സഫോക്കേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് പതുക്കെ ഇതിലേക്ക് വന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയാനുള്ള കാരണം ഞാൻ ഇവരോട് മാതാപിതാക്കളോട് പറഞ്ഞൊരു കാര്യം, കുട്ടിയെ ഞാൻ കൺസൾട്ട് ചെയ്യണമെങ്കിൽ, അപ്പം കുട്ടിയുടെ അമ്മ ആദ്യമേ വന്നില്ലായിരുന്നു, ഞാൻ പറഞ്ഞു നിങ്ങൾ 2 പേരും വരണം, 2 പേരും സംസാരിക്കണം. സംസാരിച്ചു വന്നപ്പോഴാണ് വിവാഹത്തിന് മുൻപേ തുടങ്ങിയ ചില പ്രശ്നങ്ങളായിരുന്നു. വിവാഹം മാറിപ്പോയാൽ അത് വലിയ പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തിട്ട് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചിട്ടും ഒരു സമാധാനം ഇല്ല. അപ്പം ഇത് പതുക്കെ പതുക്കെ കുട്ടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികളുടെ സൈക്കോസൊമാറ്റിക്കിൻ്റെ റീസൺസ് കണ്ടെത്താനായിട്ട് സാധിച്ചിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ സിബ്ലിങ്സ് തമ്മിലുള്ള ബുള്ളിങ്, സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കുട്ടികളിൽ പലതരത്തിലുള്ള സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് വരുന്നുണ്ട്. പലപ്പോഴും വേദനകളാണ്, ബോഡി പെയിൻ റിലേറ്റഡ്, ഫെയിൻറ്റിങ്, തലകറങ്ങി വീഴുക, അല്ലെങ്കിൽ പെട്ടെന്ന് ശബ്ദം എടുക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. സിസ്റ്റർ, ഏതെല്ലാം രീതിയിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും? ഓക്കെ, നമ്മൾ കുട്ടികളുടെ സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കുട്ടികളിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റിയെ നമ്മൾ കോപ്പിംഗ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ്. അപ്പോൾ ചില കുട്ടികൾ അറ്റൻഷൻ സീക്കേഴ്സ് ആയിരിക്കും. അതായത് അവരുടെ ഒരു നേച്ചറിൽ, അവരുടെ ഒരു ടെമ്പറാമെൻ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ തന്നെ മറ്റുള്ളവരെല്ലാവരും എന്നെ അംഗീകരിക്കണം, എന്നിലേക്കൊരു ആകർഷണം തരണം എന്നുള്ളതുണ്ടാവാം. പിന്നെ ചില കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അതായത് ഇമിറ്റേഷൻ, മോഡലിംഗ് എന്നൊക്കെ പറയും. അത് മാതാപിതാക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരിൽ നിന്നാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ചില ഇൻഫോർമേഷൻ്റെ വെളിച്ചത്തിലാവാം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡെഫിസിറ്റ് ഉണ്ടാവാം. അതായത് ഇപ്പം സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ സ്കൂളെന്ന് കേൾക്കുമ്പോഴേ പഠിക്കാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിനെ പേടി. അപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴെല്ലാം കുഞ്ഞിന് വയ്യ, ഭയങ്കര തളർച്ചയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ് ഇതിൻ്റെ റീസൺ. ഇതിൻ്റെ ഒരു കാരണം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡയഗ്നോസിസിലേക്കും ഇൻ്റർവെൻഷനിലേക്കും പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കാരണം അറിയാനായിട്ട് സമയമെടുക്കും. ഞാൻ സാധാരണയായിട്ട് നമ്മൾ പറയും നമ്മളതിന് സെഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. സെഷൻസ് കൊടുക്കുമ്പോഴാണെങ്കിലും പ്ലേ തെറാപ്പി വഴി അല്ലെങ്കിൽ ആർട്ട് തെറാപ്പി വഴിയൊക്കെയാണ് നമ്മൾ പതുക്കെ ഇവരുടെ പല പ്രൊജക്റ്റീവ് ആൻഡ് സെമി പ്രൊജക്റ്റീവ്
അസസ്മെൻറ്റുകളിലൂടെയാണ് നമുക്കിത് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു വലിഡേഷനാണ്. ഓക്കെ, കുട്ടിക്ക് ആ ഒരു പ്രോബ്ലംസ് അവിടെ ഉണ്ട്, അല്ലെ ആ കുടുംബത്തിലെ ഏതൊക്കെയോ പോരായ്മകൾ, സ്നേഹത്തിന്റെ അഭാവമായിരിക്കാം, അല്ലെ ഓവർ പാമ്പറിങ്. അതെ അതെ കുട്ടികളെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ജനറലൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങളെ ഓവർ എക്സാജറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു വില കൊടുക്കാതെയൊക്കെ വരുന്ന ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം ഒരു വലിഡേഷൻ നമ്മൾ കൊടുക്കാനായിട്ട് പാരൻസിനെ നമ്മൾ സഹായിക്കും. അതായത് പാരന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയും അതിന്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഈ സിംറ്റംസിനെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. കാരണം അവർക്ക് ആ ഒരു എനർജി ഉണ്ട്. അറ്റൻഷൻ സീക്കേഴ്സ് ആണ് അവർ എങ്കിൽ രോഗം വന്നിട്ട് മാത്രമല്ലല്ലോ അറ്റൻഷൻ കിട്ടാനായിട്ട്. അപ്പോൾ അവരെ സ്കിൽ ഡെവലപ്മെന്റിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ പടം വരയ്ക്കാനായിരിക്കാം, കളറിങ് കൊടുക്കാനായിരിക്കാം, ഒരു ചെറിയ കഥ പറയാനായിരിക്കാം, അല്ലെങ്കിൽ അമ്മയെ സഹായിക്കാനായിരിക്കാം. സോ ആ എനർജിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മറ്റൊരു വഴിയിലേക്ക് വിട്ടുകൊണ്ട് അവർക്ക് അപ്രീസിയേഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പം അതൊരു മെത്തേഡാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സൈക്കോളജിക്കൽ സ്പിരിച്വൽ കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പഠന പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ സൈക്കോസൊമാറ്റിക്കൽ കൂടുതലും നമ്മൾ കാണുന്നത് അക്കാഡമിക് റിലേറ്റഡ് പ്രഷർ ആൻഡ് അതർ പിയർ പ്രഷർ ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ കുട്ടിയുടെ കൂടെ തന്നെ ഒരു സ്പിരിച്വൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് കുഞ്ഞിനുള്ളതായിട്ട് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെയാണ് ഗാർഡിയൻ ഏഞ്ചലിൻ്റെ ഒക്കെ വില. നമ്മൾ ഗാർഡിയൻ ഏഞ്ചൽ കൂടെയുണ്ട്, മോൾ എവിടെ പോയാലും കൂടെയുണ്ട്. അപ്പോൾ സോ ഇങ്ങനെ ഒരു സൈക്കോ സ്പിരിച്വൽ കോമ്പിനേഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ പിന്നെ ഒരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ്. അതായത് അവരിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റിയിൽ വലിഡേഷൻ കിട്ടില്ല. അപ്പോൾ ഒരു സോഷ്യൽ വലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, സ്മാർട്ട് ആകേണ്ടതിൻ്റെ കാര്യങ്ങൾ, അത് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായിട്ട് ആ ഒരു കുടുംബത്തിലൊരു ഹാർമോണിയസ് അല്ലെങ്കിൽ ഒരു ഹാർമണി, അതായത് കുടുംബത്തിൻ്റെ ഒരു നല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഫങ്ഷണൽ ഡെയിലി ലിവിങ് ഫങ്ഷൻ കടന്നു വരികയാണെങ്കിൽ തന്നെ കുട്ടികളെ നമുക്ക് ഒത്തിരിയേറെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.